അതെ, കൊടുങ്ങല്ലൂർ താലപ്പൊലിയാണ് വരാൻ പോകുന്നത്. എല്ലാ വർഷവും കേരളത്തിലെ ഉത്സവങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടെയാണ്. 4 ദിവസമാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലി. ഇതുപോലെ 4 ദിവസം ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവം കൂടിയുണ്ട്. അത് ഇവിടെയല്ല, തമിഴ്നാട്ടുകാരുടെ പൊങ്കൽ, തൈപ്പൊങ്കൽ എന്ന് പറയുന്നത് നമ്മുടെ താലപ്പൊലിയുടെ അതേ ദിവസം തന്നെയാണ് ആഘോഷിക്കുന്നത്. തൈപ്പൊങ്കൽ തൈമാസം 1-ാം തീയതിയും താലപ്പൊലി മകരമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഇത് രണ്ടും ഒരേ ദിവസം തന്നെയാണ്. ഇപ്രാവശ്യം ജനുവരി 15-ാം തീയതിയാണ്. താലപ്പൊലിയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉത്സവത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. ഉത്സവം കഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു പണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉത്സവം കഴിഞ്ഞ് പോകുമ്പോൾ അമ്പലപ്പറമ്പിൽ ഉള്ള വേസ്റ്റ് മുഴുവൻ വലിച്ചു വാരി എറിഞ്ഞിട്ടാണ് നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ വീട്ടിൽ കച്ചറയിട്ട് സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുമ്പോൾ പണ്ടത്തെ കാരണന്മാരും അറിയും അമ്പലപ്പറമ്പ് പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ? നമ്മളെ ഉത്സവങ്ങളിലൊക്കെ വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് നിക്ഷേപിക്കാനും ആ നിക്ഷേപിച്ചത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്സവകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ താലപ്പൊലിയോട് കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ മണ്ണിൽ നിന്ന് തന്നെ നമുക്കതിന് തുടക്കം കുറിക്കാം. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുകയും വേണം. ഇനിയുള്ള കാലഘട്ടത്തിൽ വൃത്തിയോടെ അടക്കി ഒതുക്കി വെച്ചേക്കുന്ന വീടുകൾ കാണുമ്പോൾ ഉത്സവപ്പറമ്പ് പോലെ വൃത്തിയുള്ള വീട് എന്ന് നമുക്ക് മാറ്റി പറയിപ്പിക്കാൻ സാധിക്കണം.